ദേ ഞാൻ ഈ ഇരുന്ന് കഴിക്കുന്നത് എഗ് സാൻഡ്വിച്ച് ആണേ. കാഴ്ചയ്ക്ക് തോന്നില്ലെങ്കിലും ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടി. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഇവിടെ ഞാൻ 2 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തേക്കുന്നത്. ഓഫ് കോഴ്സ് എഗ് സാൻഡ്വിച്ച് ആണല്ലോ. ബൈ ഒരു മുട്ട എനിക്ക് നല്ലോണം പണി തന്നു. പിന്നെ ഭംഗിയല്ലല്ലോ പ്രധാനം, നമുക്ക് കാര്യം നടന്നാൽ പോരെ. പുഴുങ്ങിയ മുട്ട ദേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് പാകത്തിന് ഉപ്പും ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെജീസും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് അണിയനൊക്കെ ചേർക്കാം. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇവരാണ് കേട്ടോ ഇന്നത്തെ താരം. പീറ്റ് ഗുഡിന്റെ മയണൈസും ടൊമാറ്റോ കെച്ചപ്പും. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആണ് കേട്ടോ. നോ റിഫൈൻഡ് ഷുഗർ, നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, നോ പ്രിസർവേറ്റീവ്സ്. കുട്ടികൾക്ക് പോലും സേഫ് ആണ് കേട്ടോ. ഇനി പരിപാടി എളുപ്പമാണ്. മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന വെജീസിലേക്ക് 3 സ്പൂൺ മയോണൈസും 2 സ്പൂൺ കെച്ചപ്പും കൂടിയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പുറത്ത് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ എനിക്ക് ബട്ടർ ഇല്ലായിരുന്നു, സോ ഞാൻ ഗീ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ മൊരിക്കണ്ട കേട്ടോ, എങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോകും. ഇന്ന് രാവിലെ ഇവക്കുട്ടിക്കുള്ള സ്നാക്സ് ആയിട്ട് ഞാൻ കൊടുത്തു വിട്ടത് ഈ ബ്രെഡ് സാൻഡ്വിച്ച് ആണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.